നടത്താറുണ്ട്, പ്രത്യേകിച്ച് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ. അത് ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ കോവിഡിന് ശേഷം ടൂ വീലറുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ റോഡുകൾ അതിനനുസരിച്ച് വീതി കൂടുന്നില്ല. അപ്പോൾ പിന്നെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ റോഡ് അധികം കുണ്ടും കുഴിയില്ലാതെ നല്ല നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷെ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഇത് അറിയാത്ത പോലെയാണ്. എല്ലാ വർഷവും മെയ് മാസത്തിൽ മഴ വരുന്നുള്ളത് നമ്മുടെ കേരളത്തിൽ കൊല്ലങ്ങളായിട്ട് വർഷങ്ങളായിട്ടുള്ള കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ മഴയെന്നാണ് കുറ്റം പറയുന്നത്. കുഴി വലുതായി അപ്പോൾ പറയും മഴ മാറട്ടെ എന്നുള്ളത്. മഴയ്ക്ക് മുന്നേ ചെയ്യുകയാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് ഈ പണികൾ തീർക്കുകയാണെങ്കിൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, മഴയുടെ ശല്യമില്ല. രണ്ടാമതായിട്ട് നമ്മുടെ കൂടുതലും റോഡുകൾ ടാർ ചെയ്തിട്ടുള്ള റോഡുകളാണ്. ഈ ടാറിന് വെള്ളം വലിയ ശത്രുവാണ്. ഈ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഈ ടാറ് പെട്ടെന്ന് ഇളകിപ്പോരും. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലത്ത് നല്ല ചൂടുള്ള നേരത്തെ ചെയ്താലാണ് ടാറ് നിൽക്കുള്ളൂ. അതേസമയം ഇപ്പോൾ പലപ്പോഴും മെയിൻ്റനൻസ് നടക്കുന്നത് മഴ തുടങ്ങിയതിന് ശേഷമാണ്. എന്നിട്ട് അത് നിൽക്കാതെ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും അത് ചെറിയ കുഴിയിൽ തുടങ്ങണം. ആ ചെറിയ കുഴി തന്നെ അപ്പോൾ നികത്താണെങ്കിൽ അത് വലുതാകാതെ നിൽക്കും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന്. അത് ചെയ്യുന്നില്ല. ചെറിയ കുഴികൾ അത് പിന്നെയും വണ്ടികൾ പോയി അത് കുഴി വലുതായി വന്നിട്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ആളുകൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇപ്പോൾ 2 ദിവസം മുന്നേ ഉണ്ടായ അപകടത്തിൽ പ്രതിപക്ഷങ്ങൾ വലിയ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയത് കൊണ്ടാണ് ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിലെങ്കിലും അത് നികത്താൻ സാധിച്ചത്. ഇതുപോലെയുള്ള അപകടം ഏതാനും മാസം മുന്നേ രാമദാസ് തിയേറ്ററിന് മുന്നിൽ നടന്നു. ഒരു ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരായിട്ടുള്ള അവരുടെ ഷോപ്പ് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വൈകിട്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഭാര്യയും ഭർത്താവും വിട്ടു വരുന്ന ബുള്ളറ്റിന് എനിക്കറിയുന്ന ഫാമിലിയാണ്. ആ രാമദാസ് തിയേറ്ററിൻ്റെ അടുത്ത ഒരു ടേണിങ്ങിൽ ഇതുപോലെ ഒരു പുറമക്കാർക്ക് കാണുമ്പോൾ വലിയ കുഴിയല്ല, അതിൽ ചാടി ഭാര്യ വീണ് മരിച്ചു. ഇതുപോലെ പ്രതിപക്ഷങ്ങൾ ചെറിയൊരു പ്രതിഷേധം നടത്തി. പക്ഷെ അത് ഒന്നും ചെയ്തില്ല. ഒരു മാസത്തോളം ആ കുഴി അവിടെ കിടന്നു. ഇതിൽ വലിയ കുഴിയായിരുന്നു. ഇപ്പോൾ അപകടം ഉണ്ടായേക്കാളും വലിയ കുഴിയായിരുന്നു. ആ കുഴി വന്നിട്ട് പിന്നെ ഞങ്ങൾ ടൂ വീലർ യൂസേഴ്സ് അസോസിയേഷൻ ശക്തമായിട്ട് സമരം നടത്തുകയും അത് പത്രങ്ങളിൽ നല്ല വാർത്ത വന്നു പോയിട്ടാണ് പിന്നെ ഒരാഴ്ചക്കുള്ളിലാണ് അത് നികത്തിയത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ കൊല്ലം ഉണ്ടാവും, ഇനി അടുത്ത വർഷം ഉണ്ടാവും, പിന്നത്തെ വർഷം ഉണ്ടാവും. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇതൊന്നും മനസ്സിലാക്കാത്ത മാതിരിയാണ്. അവർക്കൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ അവർ കണ്ണു തുറക്കുന്നുള്ളൂ. പലപ്പോഴും ഈ ചെറിയ കുഴികൾ നമ്മൾ കേരളത്തിൽ മഴ വെള്ളം വലിയ പ്രശ്നമാണ്. അത് ഇല്ലാതിരിക്കണമെങ്കിൽ ശരിയായ രീതിയിലുള്ള കാനകൾ വേണം. വെള്ളം കെട്ടി നിൽക്കാതെ കാനകളിലേക്ക് പോകും. ഇപ്പം പലപ്പോഴും റോഡുണ്ടാക്കാമെന്നല്ലാതെ കാനയ്ക്കുള്ള പ്രൊവിഷൻ എപ്പോഴും വേണ്ട വിധത്തിൽ നടത്തുന്നില്ല. അതുപോലെ മഴക്കാലത്തിന് മുന്നേ കാന ക്ലീൻ ചെയ്യണം, അത് ചെയ്യണില്ല. അത് മഴ തുടങ്ങി കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഫണ്ട് കൊടുത്ത് പെട്ടെന്നൊരു വർക്ക് നടക്കും. ആ മണ്ണ് കോരി ചെളിയും കോരി റോഡിൻ്റെ സൈഡിലിടുക, വീണ്ടും രണ്ട് മഴ വരുമ്പോൾ വീണ്ടും കാനയിലേക്ക് വീഴണം. അപ്പം അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളാണ്. അന്നേരം ഈ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങൾ വന്നിട്ട് കുപ്പികളും ഒക്കെ വന്ന് കാനകൾ അടയണം. കാനകളുടെ ഉള്ളിൽ കൂടെ തന്നെ പൈപ്പ് ലൈൻ എടുത്തിട്ടുള്ള തടസ്സങ്ങൾ വരുന്നു. അതൊന്നും ആരും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും ഉദ്യോഗസ്ഥന്മാർ പറയുകയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഓരോ റോഡിൻ്റെയും മെയിൻ്റനൻസിൻ്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരും മൊബൈൽ നമ്പറും ആ റോഡുകളുടെ പ്രധാന റോഡുകളുടെങ്കിലും സൈഡിൽ എഴുതി വയ്ക്കണം. ഇപ്പോൾ റോഡുകളുടെ പേരും കാര്യങ്ങളും മെയിൻ്റനൻസ് പറഞ്ഞതും അതിൻ്റെ ഗ്യാരണ്ടി പീരീഡൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്. അത് ഞാൻ വർഷങ്ങൾക്ക് മുൻപ് കൊടുത്തിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷനാണ്. ഒരു 5-8 വർഷം മുൻപ് കൊടുത്ത റെപ്രസെൻറ്റേഷന് മുമ്പിലായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ അങ്ങനെ റോഡുകളുടെ അവിടെ പണി കഴിഞ്ഞത്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയറുടെ പേര്, കോൺട്രാക്ടറുടെ പേരൊക്കെ വന്നിട്ടുള്ളത്. അതിപ്പോഴും പലയിടത്തും നടപ്പാക്കാതെ പോകുന്നുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ആവേശം കഴിഞ്ഞു തുടങ്ങി. അതുപോലെ ഇപ്പം ഞങ്ങൾക്ക് ടൂ വീലർ യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് ഓരോ റോഡുകളിൽ പ്രധാന റോഡുകളുടെ സൈഡിൽ ഈ റോഡിൻ്റെ മെയിൻ്റനൻസിന് ഉത്തരവാദപ്പെട്ട എഞ്ചിനീയറുടെയോ ഓവർസിയറുടെയോ പേരും മൊബൈൽ നമ്പർ എഴുതി വയ്ക്കണം. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ റോഡിൽ എന്തെങ്കിലും തകരാറ് വന്നെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ റോഡും എപ്പോഴും പരിശോധിക്കാൻ പറ്റിയെന്ന് വരില്ല. നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയാൻ പറ്റും. അവർ ചെയ്യില്ല എന്നുള്ള വേറെ കാര്യം. എന്നാലും ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റും. ചുരുങ്ങിയത് വാട്സപ്പിലെങ്കിലും മെസ്സേജ് അടിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയിച്ചു എന്നുള്ളത് റെക്കോർഡായി. അപ്പോൾ ഇവർ അറിഞ്ഞില്ല, ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നുള്ള പരാതി വരില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് അറിഞ്ഞില്ല എന്ന് പറയില്ല. അപ്പം അത്തരത്തിലുള്ള എന്തെങ്കിലും നിർണായകമായിട്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓരോ വർഷവും ഇപ്പോൾ നമ്മൾ കാണാം, കുറേ വർഷങ്ങളായിട്ട് കാണാം. മഴക്കാലമാകുമ്പോൾ ഓരോ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഇത്ര കുഴി, അവിടെ കുഴി, ഇവിടെ കുഴി എന്നുള്ള ഫോട്ടോകൾ പത്രങ്ങളുടെ ഓരോ പേജ് ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഒന്നും സംഭവിക്കുന്നില്ല. അടുത്ത കൊല്ലം തന്നെ സംഭവിക്കും. പിന്നത്തെ കൊല്ലം ചാനലുകളിലും പത്രങ്ങളിലും വാർത്തകൾ വരുന്നതല്ലാതെ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഏതോ വേറെയുള്ള ഓദ്യം വരുമ്പോൾ ഇവിടെ എല്ലാം മെയ് മാസം മഴ വരും, ജൂൺ മാസത്തിൽ മഴ കൂടും, ഇടവപ്പാതി ഉണ്ടാവും. ഇങ്ങനത്തെ കർക്കിടകം ഇതൊന്നും അറിയാത്തവരുടെ മാതിരിയാണ് ഞങ്ങളിത് മഴ കഴിയട്ടെ എന്നുള്ള പരാതി. മഴ വരുന്നുള്ളതും റോഡുകൾക്ക് തകരാറുണ്ടാക്കുന്നതും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ ഇത്തരത്തിൽ അശ്രദ്ധമായിട്ട് പോകുന്നതുകൊണ്ടാണ് റോഡുകൾ കുഴി ഉണ്ടാകുന്നത്. അത് ജനങ്ങൾക്ക് കൂടുതൽ അപകടങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനും കുടുംബത്തിൻ്റെ ഗതി തന്നെ നഷ്ടപ്പെടുന്നതിനും ഒക്കെ ഇടയാക്കി തീർക്കുന്നു. ബസ്സുകളുടെ സർവീസ് സംബന്ധിച്ച് ചിലപ്പോൾ